നമസ്കാരം. പ്രധാനമന്ത്രി മോദിക്കെതിരെ ആഞ്ഞടിക്കുകയും അദ്ദേഹം 5 വർഷം കൊണ്ട് ഇന്ത്യയെ പിന്നോട്ട് നയിച്ചു, അദ്ദേഹം നുണയനാണ്, കള്ളനാണ് എന്നൊക്കെ ശക്തമായി പറയുകയും അതുപോലെ തന്നെ മിനിമം ഗ്യാരണ്ടി സ്കീം, രാഹുൽ ഗാന്ധിയുടെ സ്വപ്ന പദ്ധതിയായ മിനിമം ഇൻകം ഗ്യാരണ്ടി സ്കീമിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തെങ്കിലും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പിണറായി വിജയന്റെ പേര് പോലും പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കൊച്ചി മറൈൻ ഡ്രൈവിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഒരിടത്തും പിണറായി വിജയൻ എന്ന ഒരു വാക്ക് എടുത്തു പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം സർക്കാരിന്റെ പ്രളയ ദുരിതാശ്വാസ നടപടിക്രമങ്ങളിലെ പാളിച്ചകളെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അതും അതിശക്തമായ രീതിയിലായിരുന്നില്ല. പ്രസംഗത്തിലൂടെ വളരെ സൂചിപ്പിച്ചു മാത്രം പോകുന്ന ഒരു വാക്കുകളായിരുന്നു കേട്ടത്. പ്രളയ ദുരിതാശ്വാസ പ്രക്രിയയിൽ സർക്കാരിന് പരാജയമാണ് എന്നതിലേക്ക് മാത്രം ഒതുക്കുകയായിരുന്നു വിമർശനം. ഏറെ ശ്രദ്ധേയമായ വസ്തുത, മോദിക്കെതിരെയും റാഫേൽ അടക്കമുള്ള ഡീലുകൾ തുറന്നു പറഞ്ഞ്, CBIയിലെ വിവാദങ്ങൾ തുറന്നു പറഞ്ഞ്, സുപ്രീം കോടതി ജഡ്ജിമാരുടെ പരാതികൾ തുറന്നു പറഞ്ഞ്, ഒട്ടേറെ അഴിമതിയുടെ പാവപ്പെട്ടവരായും ഇന്ത്യയെ തിരിക്കുന്നു, സമ്പന്നർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു തുടങ്ങി മോദിക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുമ്പോൾ കേരളത്തിൽ മോദിയേക്കാൾ വലിയ ചർച്ചാ വിഷയമാകേണ്ട, ഒരുപക്ഷെ കേരളത്തിലെ വോട്ടർമാർ, കോൺഗ്രസ് പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട, അദ്ദേഹം ഫൈറ്റ് ചെയ്യേണ്ട പിണറായി വിജയനെതിരെയോ CPM-നെതിരെയോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇത് വ്യക്തമാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തൂക്കു മന്ത്രിസഭയാണ് വരുന്നതെങ്കിൽ CPM-ന്റെയും പിന്തുണ വേണ്ടിവരും എന്നതിനുള്ള ഒരു മുൻകരുതലാണ് എന്നുള്ളതാണ്. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം മോദിയേക്കാൾ ശക്തമായി ആക്രമിക്കപ്പെടേണ്ടതും വിമർശിക്കപ്പെടേണ്ടതും പിണറായി വിജയനും CPM-ഉം ആയിരിക്കവേ, CPM-ഉം കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കവേ പിണറായി വിജയനെതിരെയോ സർക്കാരിനെതിരെയോ ശക്തമായ നിരീക്ഷണങ്ങളൊന്നും നടത്തിയില്ല എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം കേരളത്തിന്റെ സ്തുതികൾ ഒട്ടും ലുബ്ധിയില്ലാതെ തന്നെ നടത്തി. കേരളം എന്നത് ഒരു സംസ്ഥാനമല്ല എന്ന് പറഞ്ഞപ്പോൾ വിവർത്തകനായ, മൊഴി മാറ്റാൻ നിന്ന VD സതീശൻ പോലും ഞെട്ടി. എന്താണ് ഈ പറയുന്നത്? എന്നാൽ അദ്ദേഹം ഉദ്ദേശിച്ചത്, വീണ്ടും അദ്ദേഹം ശക്തമായി പറഞ്ഞു, കേരളം എന്നത് ഒരു സംസ്ഥാനമല്ല, ഒരാശയമാണ്, ഒരു വികാരമാണ്, ഒരു സഹാനുഭൂതിയാണ്, ഒരാവേശമാണ് തുടങ്ങിയ നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തെ അദ്ദേഹം വാഴ്ത്തുകയുണ്ടായി. ഒപ്പം UAE സന്ദർശന സമയത്ത് കേരളത്തിന് ശക്തി മനസ്സിലാക്കി, കേരളം എങ്ങനെയാണ് ഒരുമിച്ച് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി, കേരളമാണ് അവിടുത്തെ ഓരോ കെട്ടിടങ്ങളും പണിതത്, കേരളത്തിലെ നല്ല തൊഴിലാളികളാണ് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുകയുണ്ട്. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുത ശബരിമല വിഷയത്തെക്കുറിച്ചുള്ള വളരെ സൂത്രത്തിലുള്ള രക്ഷപ്പെടലാണ്. അതായത് കേരളത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയം എന്ന നിലയിലും എന്തായിരിക്കും രാഹുൽ ഗാന്ധി ശബരിമല വിഷയത്തിൽ പറയുന്നത് എന്നറിയാൻ ആകാംക്ഷ എല്ലായിടത്തുമുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നയം എന്ന് പറയുന്നത് ശബരിമലയിൽ യുവതികൾ കയറണം, സ്ത്രീകളെ തടയരുത് എന്നുള്ളതാണ്. അതേസമയം സംസ്ഥാന തലത്തിൽ കോൺഗ്രസിൽ ഇത് ഭിന്നതയുണ്ട്. കോൺഗ്രസ് അധ്യക്ഷനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതേക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയുന്നില്ല. അതേസമയം സുധാകരനും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള നേതാക്കന്മാർ, ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർ ശബരിമല യുവതികൾ പ്രവേശിക്കുന്നതിന് എതിരായ നിലപാടെടുത്തിരുന്നു. ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും രാഹുൽ ഗാന്ധി ശബരിമല വിഷയത്തെക്കുറിച്ച് പറയുന്നത് എന്ന് അറിയാൻ ആകാംക്ഷയോടുകൂടി അണികൾ കാത്തിരിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് വാക്കാണ് പറഞ്ഞത്. ശബരിമല യുവതി പ്രവേശനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ശബരിമല വിഷയത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. വളരെ സൂത്രശാലിയായ ഒരു ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ സമീപനമാണ്. സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാനും കയറാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാർ പറയുന്നത് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് ശബരിമലയിൽ കയറേണ്ട എന്നാണ്. ഇവിടെ ഈ വാക്കിലൂടെ അദ്ദേഹം ശബരിമലയിൽ കയറേണ്ട എന്ന് പറയുന്നവരെ അംഗീകരിക്കുന്നു. അതേസമയം ശബരിമലയിൽ സ്ത്രീകൾ കയറാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ കയറട്ടെ എന്ന സന്ദേശവും അദ്ദേഹം നൽകുന്നു. വളരെ തന്ത്രശാലിയായ ഒരു ഭരണാധികാരിയെ പോലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുകയും തൊട്ടടുത്ത സെന്റൻസായി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഭക്തർക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴും അതേസമയം പുരോഗമനപരമല്ലാത്ത ഒരു നിലപാടെടുക്കുന്നു എന്നോ അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിക്കെതിരെ നിലപാടെടുക്കുന്നു എന്ന പേർദോഷം കേൾക്കാത്ത തരത്തിൽ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടിയ ഒരു നിലപാട് പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി നടത്തി. എന്തായാലും കേരളത്തിലെ അല്പസമയം മാത്രം ചെലവഴിച്ചുകൊണ്ട് 50,000-ഓളം വരുന്ന കോൺഗ്രസിന്റെ ഭാരവാഹികളുടെ മനസ്സിൽ ഇടം നേടുകയും കേരളത്തെ പുകഴ്ത്തുകയും കേരളത്തെക്കുറിച്ച് അഭിമാനിക്കുകയും കേരളമാണ് പ്രതീക്ഷ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത വിജയകരമായ ഒരു സന്ദർശനമായിരുന്നു എന്ന് പറയേണ്ടി വരും.